ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുറച്ച് സ്റ്റഡി ടിപ്സ് നോക്കാം. ഓൺലൈൻ ക്ലാസ്സുകളുടെ നോട്ടുകൾ എഴുതിയെടുക്കാത്തവരും പഠിച്ചു തുടങ്ങാത്തവരുമായ ഒരുപാട് പേരുണ്ട്. ഇനി കൊറോണയുടെ ഇഷ്യൂ ഒക്കെ കുറഞ്ഞു വരികയാണ്. എപ്പോൾ വേണമെങ്കിലും സ്കൂളുകളും കോളേജുകളൊക്കെ തുറക്കാം, എക്സാമുകളും ഉണ്ടാവാം. ആ സമയത്ത് നമുക്കൊരു ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ആയിരിക്കും. അതിനു മുൻപ് തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. അതിനു വേണ്ടിയുള്ള കുറച്ച് സ്റ്റഡി ടിപ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ്, ഗിവ് യുവർ സെൽഫ് ഇനഫ് ടൈം ടു സ്റ്റഡി. ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കിക്കൊണ്ട് കുറച്ച് മുന്നേ തന്നെ പഠിച്ചു തുടങ്ങുക. ആ സമയത്ത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് തന്നെ വലിയൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. പലരും പറയാറുണ്ട്, എനിക്ക് ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ മറന്നു പോവും, എക്സാമിൻ്റെ തലേന്നോ അതിൻ്റെ 2 ദിവസം മുന്നേയൊക്കെ പഠിച്ചാലേ ഓർമ്മ കിട്ടൂ. അതൊക്കെ ഒരു എക്സ്ക്യൂസ് അല്ല. യഥാർത്ഥത്തിൽ സ്റ്റഡീസൊക്കെ പറയുന്നത് ലാസ്റ്റ് മിനിറ്റ് ഹറിബറിയേക്കാൾ നല്ലത് അതിന് മുൻപ് തന്നെ മെമ്മറൈസ് ചെയ്ത് വെക്കുന്നതാണ്. മറന്നു പോയിക്കോട്ടെ, മറന്നു പോകാൻ ചാൻസ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ മറന്നു പോവും. എങ്കിലും ആ എക്സാമിന് തലേ ദിവസം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് എല്ലാം നമുക്ക് ഓർമ്മ കിട്ടുകയും പെട്ടെന്ന് അതൊക്കെ റിക്കളക്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതേസമയം എക്സാമിൻ്റെ തലേന്നോ അതിൻ്റെ 2 ദിവസം മുന്നേ പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് അത് മുഴുവൻ കവർ ചെയ്യാൻ സാധിക്കില്ല. മാത്രവുമല്ല, ധൃതി പിടിച്ച് ഓടിച്ച് വായിച്ചൊക്കെ പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊക്കെ മിസ്സാവുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു ടിപ്പാണ്, യൂസ് ഫ്ലോ ചാർട്ട്സ് ആൻഡ് ഡയഗ്രാംസ് ആൻഡ് ഓൾസോ അതർ മെമ്മറി ട്രിക്സ്. ഫ്ലോ ചാർട്ട്സും ഡയഗ്രാംസും മറ്റ് മെമ്മറി ട്രിക്സ്, അതായത് കോഡുകളുടെ രൂപത്തിൽ പഠിക്കുക, ഒരു സ്റ്റോറി ആയിട്ട് മനസ്സിൽ ഓർമ്മിച്ച് വെക്കുക, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഹ്രസ്വദൃഷ്ടിയെക്കുറിച്ചും ദീർഘദൃഷ്ടിയെക്കുറിച്ചുമുള്ള ഒരു നോട്ട് പഠിക്കാനുണ്ട്. അത് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, ഓർമ്മയിൽ നിൽക്കുന്നില്ല, കൺഫ്യൂഷൻ ആകുന്നു എന്നുണ്ടെങ്കിൽ അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രം എടുത്ത് എഴുതുക. 1, 2 എന്നിങ്ങനെ പോയിന്റുകളിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നത് പോലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് മാത്രം എടുത്ത് എഴുതുക. നമുക്കറിയാം, ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ളതിനെ കാണാൻ സാധിക്കുകയും അകലെയുള്ളതിനെ കാണാൻ സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ഒരു വൈകല്യമാണ് ഹ്രസ്വദൃഷ്ടി. അതിനെ ഇംഗ്ലീഷിൽ മയോപ്പിയ എന്ന് പറയുന്നു. മയോപ്പിയ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കോൺകേവ് ലെൻസാണ് ഉപയോഗിക്കുന്നത്. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാൻ കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്നു. അത്തരത്തിൽ ഇത്രയുമുള്ള ഒരു വലിയ പാരഗ്രാഫിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയുള്ള 3 പോയിന്റ്സ് മാത്രം എടുത്ത് എഴുതുമ്പോൾ തന്നെ ഒരുവിധം നമുക്കത് ഓർമ്മയിൽ നിൽക്കാൻ സഹായിക്കും. ഇനിയും ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നാണെങ്കിൽ ഇതൊരു കഥയുടെ രൂപത്തിലോ ഒരു സ്റ്റോറിയുടെ രൂപത്തിലോ എന്തെങ്കിലും കണക്ട് ചെയ്ത് ഓർമ്മിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, ഹ്രസ്വം എന്നതിൻ്റെ അർത്ഥം ചെറുത് എന്നൊക്കെയാണല്ലോ. ചെറിയ ഒരു ഗുഹ, കേവ്, ഹ്രസ്വമായ ഒരു കേവിനകത്താണ് ഒരു മയവുമില്ലാത്ത ഒരു സിംഹത്തിൻ്റെ താമസം. ഹ്രസ്വമായ ഒരു കേവിനകത്താണ് ഒരു മയവുമില്ലാത്തൊരു സിംഹത്തിൻ്റെ താമസം. അതായത് ചെറിയൊരു ഗുഹയ്ക്കകത്താണ് മയമില്ലാതെ അലറിക്കൊണ്ടിരിക്കുന്ന സിംഹത്തിൻ്റെ താമസം എന്നോർത്താൽ മതി. ദീർഘദൃഷ്ടിക്ക് അത്തരത്തിൽ നമുക്ക് ഓർക്കാൻ വേണ്ടി ഒരു കഥ ഉണ്ടാക്കാം. ദീർഘമായുള്ളൊരു മെട്രോ സിറ്റി ഉണ്ട്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എക്സ് ആകൃതിയാണ്. ദീർഘദൃഷ്ടി അകലെയുള്ളത് കാണാൻ സാധിക്കും, അടുത്തുള്ളത് കാണാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള കണ്ണിൻ്റെ ഒരു വൈകൃതമാണ് ദീർഘദൃഷ്ടി. അതിന് ഹൈപ്പർ മെട്രോപ്പിയ എന്ന് പറയുന്നു. കോൺവെക്സ് ലെൻസാണ് അത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എക്സ് ആകൃതിയിലുള്ള ദീർഘമായൊരു മെട്രോ സിറ്റി ഉണ്ടെന്ന് ഓർത്താൽ മതി. എക്സ് ആകൃതിയിലുള്ള കോൺവെക്സ് ലെൻസ്, മെട്രോ സിറ്റി, ഹൈപ്പർ മെട്രോപ്പിയ, ദീർഘമായതാണ് ആ മെട്രോ സിറ്റി. അത്തരത്തിൽ എന്തെങ്കിലും കണക്റ്റിംഗ് സ്റ്റോറി ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്നതാണ്. ഇത്തരത്തിൽ നമുക്ക് പഠിക്കേണ്ട എന്താണോ വിഷയം അതിനെ ഒരു കോഡിൻ്റെ രൂപത്തിൽ, അതായത് ലെറ്റേഴ്സ് വെച്ചിട്ട് XYZ ഏതെങ്കിലും ലെറ്റേഴ്സ് വെച്ചിട്ടുള്ള ഒരു കോഡായോ അല്ലെങ്കിൽ ചെറിയൊരു സ്റ്റോറി ആയോ ഡയഗ്രാം ആയോ പോയിൻറ്റ്സ് ആയോ വലിയൊരു പാരഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മളെടുത്ത് നമ്മുടെ പുസ്തകത്തിൽ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്യാം. 1, 2, 3, 4, 5. അപ്പോൾ 5 പോയിൻറ്റ്സ് ആണ് ഉള്ളതെന്ന് നമ്മുടെ മനസ്സിൽ എക്സാമിൻ്റെ സമയത്ത് ഓർമ്മ വരും. വലിച്ചു വാരി പഠിക്കുന്നതിന് പകരം ഈ പറഞ്ഞ രൂപത്തിൽ കുറച്ച് പ്രിസൈസ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് മാത്രം നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുകയും എക്സാമിൻ്റെ സമയത്ത് നമുക്ക് കൃത്യമായ പോയിന്റുകൾ എഴുതാൻ സാധിക്കുകയും ചെയ്യും. എക്സാമിനേഴ്സിനാണെങ്കിൽ പോലും ഇത്തരത്തിൽ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൃത്യമായ കാര്യങ്ങൾ എഴുതി കാണുമ്പോഴാണ് കൂടുതൽ സന്തോഷം. ഒരുപാട് വലിച്ചു വാരി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതി അങ്ങോട്ട് ഇലാബറേറ്റ് ചെയ്യുന്നതിനേക്കാൾ പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്യുന്നത് തന്നെയാണ് പഠിക്കുമ്പോഴും എഴുതുമ്പോഴും നല്ലത്. ഹൈസ്കൂൾ സ്റ്റുഡൻസിനൊക്കെ ഇത് വളരെ എളുപ്പമാണ്. കാരണം അവരുടെ ടെക്സ്റ്റിനകത്ത് തന്നെ ഇത്തരത്തിൽ ഫ്ലോ ചാർട്ടുകൾ, ഡയഗ്രാംസ്, കോളം,
അതൊക്കെ ഉപയോഗിച്ച് തന്നെ എളുപ്പത്തിൽ ഓർത്ത് വയ്ക്കാവുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സും അത്തരത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് നോട്ട്സൊക്കെ തരുന്നത്. മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിലെ ബയോളജി ടെക്സ്റ്റ് ബുക്കിനകത്തുള്ളതാണ് പ്രോക്യാരിയോട്ടുകളും യൂക്യാരിയോട്ടുകളും എന്താണെന്നുള്ളത്. ഇതൊരുപാട് കൺഫ്യൂഷൻ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നവരാണെങ്കിൽ അത് പഠിക്കാൻ ഒരു കോഡ് ഉണ്ടാക്കാവുന്നതാണ്. അതായത് പ്രോക്യാരിയോട്ടുകൾ, യൂക്യാരിയോട്ടുകൾ. പ്രോക്യാരിയോട്ടുകൾക്കകത്ത് മർമ്മം ഉണ്ടാകില്ല, യൂക്യാരിയോട്ടിനകത്ത് മർമ്മം ഉണ്ടാകും. പ്രോക്യാരിയോട്ട് മർമ്മത്തോട് എന്ന് പറഞ്ഞ് മർമ്മത്തെ പുറത്താക്കിയിരിക്കുകയാണ് പ്രോക്യാരിയോട്ടിനകത്ത്. യൂക്യാരിയോട്ടിനകത്താണെങ്കിലോ യു കം ഹിയർ, യു ക്യാൻ, യു കം എന്നൊക്കെ പറഞ്ഞ് യൂക്യാരിയോട്ടിനകത്താണെങ്കിൽ മർമ്മത്തെ അകത്ത് സ്വീകരിച്ചിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓർത്താൽ മതി. പ്രോക്യാരിയോട്ട് അതിനകത്ത് മർമ്മമില്ല, യൂക്യാരിയോട്ട് അതിനകത്ത് മർമ്മമുണ്ട്. ഓർക്കാൻ എളുപ്പമല്ലേ? നിങ്ങൾ സ്വയം ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടുപിടിക്കുക. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടുള്ള കമ്പൈൻ സ്റ്റഡി അത്തരത്തിലുള്ള എന്തെങ്കിലും സ്റ്റഡിയാണ് നടത്തുന്നതെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഓരോരുത്തർക്കും അവരുടെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ കഴിയും. അതുകൂടാതെ ഇത്തരത്തിൽ പ്രോക്യാരിയോട്ട്, യൂക്യാരിയോട്ട് എന്നൊക്കെ ആണെങ്കിൽ 2 കോളം വരച്ച് അതിനകത്ത് അവയുടെ പ്രത്യേകതകൾ എഴുതണം. അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. അതുപോലെ ജന്തുകോശം, സസ്യകോശം അതൊക്കെ 2 കോളങ്ങൾ വരച്ച് അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്നത്. ഇതൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. ഏത് ക്ലാസ്സിലാണെങ്കിലും ഇത്തരം രീതികൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസ് യുവർ സ്റ്റഡി സ്പേസ്. നിങ്ങൾ സ്റ്റഡി സ്പേസ് ഒന്ന് വൃത്തിയാക്കി വെക്കുക. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അങ്ങനെ കൃത്യമായൊരു സ്റ്റഡി സ്പേസ് ഇല്ല എന്നാണോ? എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഏരിയ നിങ്ങൾ കണ്ടെത്തണം. മറ്റുള്ളവരുടെ ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒഴിവായി സ്വന്തമായിട്ടുള്ള ഒരു ഇടം. ഒരിക്കലും അത് ബെഡിൽ കിടന്നുകൊണ്ടാവരുത്. ഇരുന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു കംഫർട്ടബിൾ ചെയറിൽ ഇരുന്ന് കൊണ്ട് ലീനായി നടുനിവർന്ന് ഇരിക്കണം. ചില ആളുകൾക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം. മറ്റു ചിലർക്കാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഏതാണ് അപ്രോപ്രിയേറ്റ് എങ്കിൽ അത് ഉപയോഗിക്കുക. അത്തരം ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക. പുസ്തകങ്ങൾ അടുക്കി പെറുക്കി വെക്കുന്നത് ഒരു നല്ല തുടക്കം കൂടി ആയിരിക്കും. പഠനം തുടങ്ങാൻ വേണ്ടി മടി പിടിച്ചിരിക്കുന്നവർക്ക് പുസ്തകം അടുക്കി പെറുക്കി സ്റ്റഡി ടേബിളൊക്കെ നീറ്റാക്കി വെക്കുന്നത് ഒരു തുടക്കം കൂടി ആയിരിക്കും. അങ്ങനെ പഠിക്കാനുള്ള ഒരു എനർജി കിട്ടുകയും പഠിക്കാനിരിക്കാൻ തുടങ്ങുകയും ചെയ്യാം. അപ്പോൾ ചിലർ പറയാൻ സാധ്യതയുണ്ട്, എനിക്ക് പുസ്തകങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതെടുത്ത് പഠിക്കാൻ തോന്നില്ല എന്ന്. ഞാൻ പറയുകയാണെങ്കിൽ അതൊരു എക്സ്ക്യൂസാണ്, പഠിക്കാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകം മാത്രം മാറ്റിവെച്ച് ബാക്കിയുള്ളവ അടുക്കി പെറുക്കി വെക്കുക. ആവശ്യമുള്ളതെടുത്ത് പഠിക്കുക. അതിനുശേഷം വീണ്ടും അത് ഒതുക്കി വയ്ക്കാവുന്നതാണ്. 4ാമത്തെ പോയിന്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളിപ്പോൾ PSC പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലോ അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അൺഅക്കാദമി ഒരു സുവർണ അവസരം ഒരുക്കുന്നുണ്ട്. ഫ്രീ ആയി ഒരു ഇവൻറ്റിനകത്ത് എൻറോൾ ചെയ്യാനുള്ള ഒരു അവസരം, അതോടൊപ്പം ഒരുപാട് ഫ്രീ ക്ലാസ്സുകൾ ലഭിക്കാനുള്ള PSC റിലേറ്റഡ് ക്ലാസ്സുകൾ ലഭിക്കാനുള്ള ഒരു അവസരം ഒരുക്കുന്നുണ്ട്. കേരള PSC ചാമ്പ്യൻസ് ലീഗ് എന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇവൻറ്റിൻ്റെ പേര്. അതിനകത്ത് 3 എക്സാംസ് ആണ്, 3 ക്ലാസ്സസ് ആണുള്ളത്. LDC പ്രിലിംസ് ആൻഡ് GK കറണ്ട് അഫയേഴ്സ് 15th നവംബർ, അത് കഴിഞ്ഞു പോയിണ്ടാവും. 22nd നവംബറിന് LDC പ്രിലിംസ് മാത്സ് ആൻഡ് സയൻസ്, 29th നവംബറിന് കംപ്ലീറ്റ് പേപ്പർ ഓൺ LDC പ്രിലിംസ്. ഈ 3 ക്ലാസ്സസിനും അതേ തുടർന്നുണ്ടാകുന്ന എക്സാംസിലും ടോപ്പ് റാങ്കേഴ്സ് ആവുന്നവർക്ക് അൺഅക്കാദമിയുടെ 1 ഇയർ സബ്സ്ക്രിപ്ഷൻ, ഫ്രീ ആയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ലഭിക്കും. ഇതൊക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അൺഅക്കാദമിയുടെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യണം. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് കേരള PSC ചാമ്പ്യൻസ് ലീഗിൽ എൻറോൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്കും താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഉണ്ട്. ഇതുകൂടാതെ എപ്പോൾ വേണമെങ്കിലും അൺഅക്കാദമിയുടെ ആപ്പിനകത്ത് കേരള PSCയുടെ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതും അവൈലബിൾ ആണ്. ഫേമസ് ആയുള്ള എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഫ്രീ ക്ലാസ്സസും അവൈലബിൾ ആണ്. നമുക്കറിയാം 2021 ആകുന്നതോടുകൂടി എല്ലാ PSC എക്സാമുകളും വരികയാണ്. 10th ലെവൽ പ്രിലിമിനറി മുതൽ അങ്ങോട്ടുള്ള എക്സാമുകളൊക്കെ വരികയാണ്. അതിനു വേണ്ടിയുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് ഇത് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. 4ാമത്തെ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് പ്രാക്ടീസ് ഓൺ ഓൾഡ് എക്സാംസ്. പഴയ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാൽ ഏതാണ് ഇമ്പോർട്ടൻ്റ്, ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്കൊരു ബോധമുണ്ടാകും. സ്കൂൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്കുള്ള ടേം എക്സാമുകളുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതൊക്കെ ഭാഗമാണ് ചോദിച്ചത്, അല്ലെങ്കിൽ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമെങ്കിൽ അതൊക്കെ കളക്ട് ചെയ്ത് അത് വെച്ച് നിങ്ങൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് പോകുന്നവരാണെങ്കിൽ ഇഷ്ടം പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അവൈലബിൾ ആയിരിക്കും. അതൊക്കെ വെച്ച് തന്നെ പഠിച്ച്
മുന്നേറുക. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എക്സാമിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ള കൃത്യമായ ഒരു അവബോധം ഇതിലൂടെ നിങ്ങൾക്കുണ്ടാകും. ഇനിയും ഒരു 6ഓളം സ്റ്റഡി ടിപ്സ് എനിക്ക് പറയാനുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുമെന്നതിനാൽ അത് അടുത്ത വീഡിയോയിൽ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നതാണ്. അത് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതുമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ഇനിയും ഇടുന്ന ഫ്യൂച്ചർ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ മാത്സ് പഠിക്കാനുള്ള ഈസി ടിപ്സ്, അതുപോലെ ഓൺലൈൻ ക്ലാസ് എളുപ്പമാക്കാനുള്ള ടിപ്സ്, മടി മാറ്റാനുള്ള ടിപ്സ്, അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് മേലുള്ള ഐ ബട്ടൺ പ്രസ് ചെയ്താൽ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.